അല്പം സാമ്പത്തികമായിട്ടുള്ള ഒരു സംഗതി പറയാം. കുറച്ച് സാമ്പത്തികം കയ്യിൽ വരാൻ സാധിക്കുന്ന, ഇത് മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ച് കാശ് കയ്യിൽ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് അവതരിപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതി സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 2026 ജനുവരി മാർച്ച് ഈ ഒരു ക്വാർട്ടറിലും ഈ പദ്ധതിക്ക് 8.2% പലിശയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ ഉയർന്ന പലിശ, സർക്കാർ ഗ്യാരണ്ടി ഒക്കെ ഈ പദ്ധതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കീമിലൂടെ പ്രതിമാസം 17,000 രൂപയിലധികം വരുമാനം എങ്ങനെ നേടാം എന്ന് പറയാം. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായം ഉണ്ടായിരിക്കണം. അത്തരം കാറ്റഗറിയിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ അക്കൗണ്ട് തുടങ്ങാം. VRS എടുത്തവർക്ക് 55 വയസ്സ് മുതൽ നിബന്ധനകളോടെ അക്കൗണ്ട് തുടങ്ങാൻ അനുവാദമുണ്ട്. കുറഞ്ഞത് 1000 രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാം. പരമാവധി 30 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക. പങ്കാളിയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായും ഇത് തുടങ്ങാവുന്നതാണ്. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. ആവശ്യമെങ്കിൽ കാലാവധിക്ക് ശേഷം 3 വർഷത്തേക്ക് കൂടി നീട്ടാനും സാധിക്കും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ പലിശ ഓരോ 3 മാസത്തിലുമാണ് നൽകുന്നതെങ്കിലും ഇത് മാസവരുമാനമായി കണക്കാക്കിയാൽ മികച്ച ഒരു തുക ലഭിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി 25 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നു എന്ന് വെക്കുക. ഒറ്റത്തവണ നിക്ഷേപം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ. പലിശ നിരക്ക് 8.2%. 5 വർഷത്തെ ആകെ പലിശ 10,25,000. ഒരു വർഷത്തെ പലിശ വരുമാനം 2,05,000. ഓരോ 3 മാസത്തിലും ലഭിക്കുന്നത് 51,250 രൂപ. പ്രതിമാസ വരുമാനമായി കണക്കാക്കിയാൽ 17,083 രൂപ. കാലാവധിക്ക് ശേഷം നിക്ഷേപിച്ച് 25 ലക്ഷം രൂപ പൂർണ്ണമായും തിരികെ ലഭിക്കും. 30 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസ വരുമാനം 20,500 രൂപയായി വർദ്ധിക്കും. ഈ പദ്ധതിയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവുണ്ട്. സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് ഇതിൽ യാതൊരുവിധ റിസ്ക്കും ഇല്ല. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കുമെങ്കിലും നിശ്ചിത തുക ഫൈനായി കൊടുക്കേണ്ടി വരും. അടുത്തുള്ള ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖ വഴിയും ഈ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ഇത് ശരിക്കും പെൻഷനേഴ്സിന്, ഇപ്പോൾ VRS എടുത്ത ആൾക്കാരായാലും പെൻഷൻ ആവുന്നവരായാലും അവർക്കൊരു നിശ്ചിത തുക പെൻഷൻ ഇനത്തിൽ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിനെ വളരെ നല്ല രീതിയിൽ, ബുദ്ധിപരമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പലിശ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ പലിശ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇത് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ശാഖയെ സമീപിക്കുക. കയ്യിലുള്ള കാശ് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.